ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജു ബ്രദർ, അതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ജോയി അങ്കിളും ജോയിൻ ചെയ്യാൻ സഹായിച്ചു. അതുപോലെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വേഗം തന്നെ നമുക്ക് വചന പഠനവുമായിട്ട് മുന്നോട്ട് പോകാം. സാജി ബ്രദർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ മത്തായി സുവിശേഷം 7:21 ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ വേദഭാഗം തന്നെ, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ ഈ ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി നമ്മളെ ഒരുക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഒരുക്കാനുള്ള പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള അതിൻ്റെ ആക്ച്വൽ ദൈവ ഇഷ്ടം ചെയ്യുന്നതിന് മുമ്പേ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള തയ്യാറെടുപ്പുകളും അതിൻ്റെതായ ഒരു ചില പ്രാഥമികമായ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടത്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ യഥാർത്ഥമായി എങ്ങനെയാണ് ദൈവശബ്ദം യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിലോട്ട് നമ്മൾ ആകുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടില്ല. അതിന് മുമ്പേ ഉള്ള അല്ലെങ്കിൽ അത് ആകാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെതായ പല ആത്മീയ മർമ്മങ്ങളും കാര്യങ്ങളുമാണ് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കേട്ടത്. ഇന്നും അതിൻ്റെ ഒരു അടുത്ത പാർട്ടായിട്ട് ശരിക്കും ദൈവം ഇഷ്ടം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ആ ഒരു കാര്യത്തിലോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കടക്കുവാനാണ് പരിശുദ്ധാത്മാവ് എന്നെ അസൈൻ ചെയ്തിരിക്കുന്നത്. വളരെയധികം പ്രാർത്ഥനയോടുകൂടെയും വളരെയധികം ആഗ്രഹത്തോടെയും ശ്രദ്ധയോടെയും കൂടെ ഇരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. കാരണം അവിടെ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നു, നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലൊന്നും അല്ല കാര്യം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യേശു നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റാണ് ദൈവവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ഒക്കെ ശരിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ഇതിൻ്റെ പ്രീ റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. പക്ഷേ അൾട്ടിമേറ്റ് ബോട്ടം ലൈനിൽ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹമാണോ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ യേശു ഇട്ട് തരുന്നത്. ആ ചോദ്യത്തിലോട്ട് അത് എങ്ങനെ നമ്മളിൽ ആകാം, നമുക്കത് എങ്ങനെ ഫുൾഫിൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം അതിൻ്റെ ഒരു ഇനിഷ്യൽ വശങ്ങൾ വളരെ വ്യക്തമായി ദൈവം നമ്മളെ മനസ്സിലാക്കി തന്നു. അത് നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. മത്തായി സുവിശേഷം 7:21 വാക്യം. അതിങ്ങനെ ഇരിക്കുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കണ്ട കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടും വ്യക്തമായിട്ട് സാജു ബ്രദർ അത് ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ഒരു ജീവിതാനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ കൂടിയേ തീരൂ. അതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതം, പ്രെയർ ലൈഫ് ഒരു മസ്റ്റാണ്. അതുപോലെ നമുക്ക് ഈ ദൈവം നമ്മളെ നടത്തും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാനുള്ള ഒരു റിയൽ വാഞ്ചയോടെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ആ ഇൻസ്ട്രക്ഷൻ കേൾക്കുവാനുള്ള താല്പര്യം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചക്കാലം ഡിസ്കസ് ചെയ്തത്. ഇനി അത് കുറച്ചുകൂടെ കടന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഹോളി ലൈഫ് അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഘടകമാണെന്ന് നമുക്ക് മനസ്സിലായി. ഹോളി ലൈഫ് ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഹോളി ലൈഫ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആണെന്ന് മനസ്സിലായി. അതുപോലെ നമ്മളൊരു നല്ല ലിസണർ ആയിരിക്കണം. നമ്മൾ കേൾപ്പാനായിരിക്കണം വേഗത, പറയുവാൻ താമസവുമായിരിക്കണം. ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യാനായിരിക്കണം നമ്മുടെ താല്പര്യം. നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് ഒരു
2 പ്രാവശ്യമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്തിട്ടേ എന്ത് കാര്യവും ചെയ്യുകയും പറയുകയും ചെയ്യാവൂ. അത് വളരെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മളത് കണ്ടതാണ്. അതുപോലെ ഈ ലോകത്താലുള്ള കറകൾ പറ്റാത്ത ഒരു ജീവിതം ഇത് ആഹ്, ഈ ഒരു കാര്യത്തിലോട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലോട്ട് നമ്മളെ നയിക്കപ്പെടുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. ഈ ദൈവത്തിൻ്റെതായ ഈ പ്രവൃത്തി ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. അത് ചെറിയ കാര്യമൊന്നും ദൈവം ഏൽപ്പിക്കത്തില്ല. ദൈവം കേൾപ്പിക്കുവാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെ ഏൽപ്പിക്കുക. അപ്പോൾ നമുക്ക് ഹോളി ലൈഫ് ഉണ്ടെങ്കിലും, പ്രാർത്ഥനാ ലൈഫ് ഉണ്ടെങ്കിലും, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിലും, നമ്മൾ നല്ല ലിസണർ ആണെങ്കിലും, നമുക്ക് അറിയാം എന്ത് ചെയ്യണമെങ്കിൽ എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയാലും, നമുക്കത് പെർഫോം ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്ന് തന്നെ ഒരു അനോയിന്റിങ്, ഒരു കപ്പാസിറ്റി, ഒരു സഫിഷ്യൻസി, ഒരു ദൈവം എംപവർ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കൂടിയേ തരും. എന്നാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ ശക്തമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും ദൈവം നമ്മളെ ഏൽപ്പിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചിന്തിച്ചത്. ഈ ആഴ്ച നമുക്ക് ഇത് എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി വരിക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആശയം ആണ് നമ്മൾ ഈ ഈ ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഹ്, ശരിക്കും പ്രാർത്ഥനയോട് തന്നെ ദൈവം എന്നോട് സംസാരിക്കണം. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ തരുന്നു. എൻ്റെ അകക്കണ്ണുകളെ തുറക്കണമേ. എനിക്ക് ഇത് ഗ്രഹിക്കുവാനുള്ള പരിജ്ഞാനം, ജ്ഞാനം, വിവേകം നൽകണമേ. അങ്ങ് എൻ്റെ ഇത്രയും അങ്ങയെ അറിഞ്ഞിട്ട് ഇത്രയും വർഷമായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് അങ്ങയുടെ ഇഷ്ടമാണോ ചെയ്യുന്നത്? ആ ഇഷ്ടം എന്നിൽ യഥാർത്ഥമായി നിറവേറുന്നുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ബാക്കിയുണ്ടോ? ഫുൾഫിൽ ചെയ്യാനുണ്ടോ? ആ സെയിം ട്രാക്കിലാണോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലോട്ട് നമ്മളെ എക്വിപ്പ് ചെയ്ത് ഇറക്കുവാൻ ഇടവരുത്തും. കഴിഞ്ഞ ആഴ്ചക്കാലം ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രായം ഒരു ഘടകമേ അല്ല. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ചർച്ചിലൊക്കെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. മോശയുടെ മിഷൻ, ആ ആക്ടിവിറ്റി, ആ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ആക്ടിവിറ്റി തുടങ്ങിയത് തന്നെ 80-ആം വയസ്സിലാണ്. അതുപോലെ തന്നെ അബ്രഹാം ആണെങ്കിലും, അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ ഈ ബൈബിളിൽ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അബ്രഹാമിൻ്റെ ആ ഒരു ദൈവവുമായിട്ടുള്ള യാത്ര നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പ്രായമൊന്നുമല്ല അതിൻ്റെ ഒരു ഘടകം. നമ്മുടെ യഥാർത്ഥമായി ആ ഒരു തലത്തിലോട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് മനസ്സിലാകുകയും അതിനുവേണ്ടി നമ്മളെ തന്നെ തയ്യാറാക്കുകയും അതിനുവേണ്ടി നമ്മളെ തന്നെ യഥാർത്ഥമായ താല്പര്യത്തോടെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് വലിയ വലിയ രീതിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അത് ഫുൾഫിൽ ആകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കും. ഇനി അത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലോട്ട് പോകുക എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു വാക്യം വായിക്കണമേ. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ വേദഭാഗം ഞാൻ ഇതിനു മുമ്പേ ബൈബിൾ സ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഈ ഒരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പൗലോസ് പറയുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പൗലോസ് ഇവിടെ 2 പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണവും, പിന്നുള്ളത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. ഈ 2 പ്രമാണം ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. ഇറ്റ്സ് എ ഫാക്റ്റ്. പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം ആണ് നമുക്ക് യഥാർത്ഥമായി വേണ്ടത്. ഇനി അതിനെ സിമ്പിൾ ടേബിൾ പറഞ്ഞാൽ ഒന്ന് ആത്മാവിൻ്റെ ഒരു പ്രമാണവും മറ്റേത് ജഡത്തിൻ്റെ ഒരു പ്രമാണം എന്ന് നമുക്ക് അതിന് ശേഷമുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തു അല്ലെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാകും. പക്ഷേ ഫണ്ടമെൻ്റലി ദർ ആർ 2 തിങ്സ്. ഒന്ന് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, മറ്റേത് ജഡത്തിൻ്റെ പ്രമാണം. ജീവന്റെ പ്രമാണം നമുക്ക് ജീവൻ നൽകും, ജീവനിലേക്ക് കൊണ്ടുപോകും.
ജഡത്തിന്റെ പ്രമാണം അല്ലെങ്കിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നമ്മളെ നശിപ്പിച്ചു കളയും. അപ്പോൾ നമ്മൾ ഏത് പ്രമാണത്തിലായിരിക്കണം എന്ന് ഹല്ലേലൂയ നമുക്ക് വ്യക്തമായ ബോധ്യം വേണം, ആവശ്യബോധവും വേണം. ഹല്ലേലൂയ. എനിക്ക് ജീവന്റെ പ്രമാണം മതി. എന്നെ റൂള് ചെയ്യുന്നത്, ഞാൻ നടക്കുന്നത്, ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ യേശു എന്നിൽ തന്ന ഇതേ സെയിം ആത്മാവിനെ തന്നിട്ട് ഞാൻ ജഡത്തിന്റെ പ്രമാണത്തിലോട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഇപ്പൊ ഈ റോമലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് അങ്ങനെ. അതായത് റോമാസഭയ്ക്ക് കൊടുക്കുമ്പോൾ ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഉണ്ടായിട്ടും ജഡത്തിൽ നടക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അത് പൗലോസ് അവിടെ വളരെ കറക്റ്റായിട്ട് ആത്മാവിന്റെ ഒരു സിസ്റ്റവും ജഡത്തിന്റെ സിസ്റ്റവും ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മളിൽ ആത്മാവ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിൽ പോവില്ല. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ഇതിനെക്കുറിച്ച് നല്ല ബോധ്യവും വേണം. ഹല്ലേലൂയ. കാരണം ആ ജഡത്തിന്റെ പ്രമാണം എല്ലാ മനുഷ്യർക്കും ഉള്ളതാ. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഏത് മനുഷ്യർക്കും ഉള്ളതാ. വിശ്വാസികൾക്കും ഉള്ളതാ. ആത്മാവുള്ള വ്യക്തികൾക്കും ഉള്ളതാ. പക്ഷേ ആത്മാവുള്ള വ്യക്തി വിചാരിച്ചാൽ അവൻ അതിനെക്കുറിച്ച് അറിവും, അവൻ അതിനെക്കുറിച്ച് യഥാർത്ഥമായ ബോധവും, യഥാർത്ഥമായ ദൈവത്തിന്റെ ഒരു വെളിപ്പാടും കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാകും ഈ ആത്മാവിന്റെ ശക്തിയാൽ ഈ ജഡത്തിന്റെ പ്രമാണത്തെ അവന് ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അത് പകരം ഹല്ലേലൂയ ഒരു ആത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ പ്രമാണത്തിൽ അവൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ യഥാർത്ഥമായ ദൈവത്തോട് ദൈവമേ എന്നെ ഈ പ്രമാണത്തിന് വേണ്ടിയാണോ വിളിച്ചിരിക്കുന്നത്, എനിക്കത് നൽകണമേ എന്നുള്ള യഥാർത്ഥമായ വാഞ്ചയോടെ പ്രാർത്ഥനയോടെ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നുവെങ്കിൽ ദൈവം സഹായിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. ഉറപ്പായിട്ടും സഹായിക്കും. അപ്പൊ ഈ രണ്ട് പ്രമാണം ഉള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ ദൈവത്തിന് ഇഷ്ടം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണമെങ്കിൽ ഈ രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. പിന്നെ ഞാൻ പറയുന്നു, വിശ്വാസിയാണെങ്കിലും ഈ പ്രമാണത്തില് ആകാൻ ബൈ ഡീഫാൾട്ടായിട്ട് ആകുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇതിനെ വ്യക്തമായി മനസ്സിലാക്കി ഇതെനിക്ക് വേണം അപ്പാ, ഇത് എന്നെ യഥാർത്ഥമായി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവം അത് നടത്തി തരുന്ന ഒരു കാര്യമാണ്. അല്ല എങ്കിൽ ആത്മാവ് ഉണ്ടെങ്കിലും നമ്മൾ ജഡത്തിന്റെ സിസ്റ്റം അനുസരിച്ച് നടക്കൂ. അപ്പൊ ജഡ സ്വഭാവമൊക്കെ നമ്മളിൽ ഉണ്ടാവും. അതേസമയം അത് മനഃപൂർവം ഈ രണ്ട് സിസ്റ്റം ഉണ്ടല്ലോ, എനിക്ക് ഏത് സിസ്റ്റമാണ് വേണ്ട, എനിക്ക് ജീവന്റെ ആത്മാവിന്റെ ആളാണല്ലോ ഞാൻ, എൻ്റെ യേശുവിന്റെ ആത്മാവാണല്ലോ എന്നിൽ വസിക്കുന്നത്, അത് ഉപയോഗിച്ച് ഈ ഒരു അന്ധകാര ശക്തി അല്ലെങ്കിൽ ഈ ജഡത്തിന്റെ സിസ്റ്റത്തെ എനിക്ക് മാറ്റാൻ പറ്റുമല്ലോ എന്നുള്ള അറിവും അതിൻ്റെതായ യഥാർത്ഥമായ പണിയപ്പെടൽ കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ യഥാർത്ഥമായ ആത്മാവിന്റെ പ്രമാണത്തിൽ നടക്കും. അപ്പം ഈ ഒരു കാര്യം ഒന്ന് വ്യക്തമായി ഓർത്തിരിക്കുക. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കൺസെപ്റ്റാണ് പിതാവ് പുത്ര ഒരു ബന്ധം, അതായത് ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് ഒരു ദൈവവും അവനെ വിശ്വസിക്കുന്ന അവർക്കും ദൈവം തന്നെ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം. കഴിഞ്ഞ സൺഡേ ബിജു ബ്രദറാന്ന് തോന്നുന്നു ആ വാക്യം വായിച്ചായിരുന്നു. 2 ശമൂവേൽ 7:14 ഒന്ന് വായിക്കാം. 2 ശമൂവേൽ 7:14. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ. അതെ, കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചർച്ചിൽ അത് കേട്ടതാണ് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ ദാവീദിനുള്ള ഒരു കവനന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ആ കവനന്റിൽ പെട്ട ഒരു കാര്യമാണ് പിതാവ് പുത്ര റിലേഷൻഷിപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇതേ കാര്യം തന്നെ പുതിയ നിയമത്തില് വെളിപ്പാട് പുസ്തകം 21:7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21:7 നമുക്കത് വായിക്കുവാൻ സാധിക്കും. ജയിക്കുന്നവൻ
ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവനൊരു ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ദൈവം ശരിക്കും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ പിതാവും നമ്മൾ അവൻ്റെ മക്കളുമാകുവാൻ മകനുമായിരിക്കുവാനാണ് യഥാർത്ഥമായി ദൈവം ഓരോ വിശ്വാസിയെക്കുറിച്ചും യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു മകനാകുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തിക്കൊരു മകനാകുന്നത്? ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മൾ ഈ പോകുന്നത്, ഈ ആശയങ്ങൾ ചിന്തിക്കുന്നത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചില കാര്യം നമ്മൾ കണ്ടു. അതായത് 2 പ്രമാണമുണ്ട്. ആത്മാവിൻ്റെ ഒരു പ്രമാണമുണ്ട്, ജഡത്തിൻ്റെ പ്രമാണമുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണുന്നു. യഥാർത്ഥമായ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അവൻ്റെ മക്കളായിരിക്കാനാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ ആഗ്രഹം. ദൈവത്തിൻ്റെ ഓഫറിങ് തന്നെ അതാ. ദൈവം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ദാവീദിനാലുള്ള ആ ഒരു അനുഗ്രഹത്തിൽ തന്നെ അത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അവസാന വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയേക്കുമ്പോഴും സെയിം സാധനം തന്നെയാണ്. ഹല്ലേലൂയ. അതെ, ദൈവം നമ്മുടെ പിതാവും നമ്മൾ അവൻ്റെ മക്കളുമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലോട്ട് വരിക? അത് നമുക്ക് റോമാലേഖനം 8:14 വാക്യത്തിൽ നമുക്ക് പൗലോസ് അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ ഇവിടെ അതിനെ ഐസൊലേറ്റ് ചെയ്ത് വിടാതെ ഇത് തമ്മിലൊക്കെ കണക്ഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ യഥാർത്ഥമായി ദൈവത്തിൻ്റെ മകനെന്ന് എനിക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഞാൻ നടത്തപ്പെടുന്നത് ആത്മാവിന്റെ പ്രമാണത്തിലായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായി ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൻ എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പൗലോസ് അതാണ് പറയണേ. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവാത്മാവ് അല്ലെങ്കിൽ നടത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ ജഡത്തിന്റെ ഒരു രീതിയിൽ നടക്കുന്ന ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ ഈ മക്കൾ എന്നാൽ ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ നമുക്ക് അവനെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ദൈവാത്മാവ് നടത്തുന്നവർ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സുപ്രഭാതത്തിൽ നടന്നൊരു സംഭവമല്ല. ഇവിടെ പൗലോസ് പറയുന്ന ദൈവാത്മാവ് നടത്തണം. ഒരു മകനെങ്കിൽ അവനെ ദൈവാത്മാവ് നടത്തണം. ഹല്ലേലൂയ. അപ്പോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഒരു മനുഷ്യനെ ദൈവാത്മാവ് നടത്തുക? അപ്പൊ നമ്മളിങ്ങനെ പല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു എങ്ങനെയാണ് ഒരു മകനാകുക, മകൻ എന്നുള്ള സ്റ്റാറ്റസ് വരിക. പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവാത്മാവ് നടത്തുവാണെങ്കിൽ അവനെ മകൻ എന്ന് വിളിക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ദൈവാത്മാവ് നടത്തുക? അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6:40 നമുക്ക് ഒന്ന് വായിക്കാം. 6:40, യോഹന്നാന്റെ സുവിശേഷം 6:40. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു ഇഷ്ടവും പറയുന്നു. നമ്മൾ ശരിക്കും തുടങ്ങിയത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നുള്ളൊരു അടിസ്ഥാനപരമായ ഒരു വേദഭാഗത്തിൽ നിന്നാണ് വന്നത്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ദൈവത്തിന്റെ ആ പല തലങ്ങളിൽ മകൻ എന്നുള്ള ഒരു റിക്വയർമെന്റ് കണ്ടു. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരുള്ള ഒരു കാര്യങ്ങൾ കണ്ടു. അതിനുശേഷം ആ പുത്രനാകുന്നുള്ള കേസ് കണ്ടു. അതിനുശേഷം ഈ ആത്മാവ് നടത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പം യേശു പറയുന്നത് പുത്രനെ വിശ്വസിച്ചുകൊണ്ട് അവനെ നോക്കാൻ എന്നല്ല, പകരം പുത്രനെ
നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുക. അപ്പൊ അതിന്റെ ഒരു ആശയ അർത്ഥം ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിനകത്ത്. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇത് കാണുന്ന ക്രിക്കറ്റ് അറിയാവുന്നവർക്കറിയാം, ഒരു certain എക്സ്പെക്ടേഷൻ സച്ചിനിലുണ്ട്. കാരണം നമുക്ക് സച്ചിനെ ഒരു വിശ്വാസമുണ്ട്, സച്ചിൻ ഇത്ര സ്കോർ ചെയ്യുക അല്ലെങ്കിൽ ഇത്ര എന്തെങ്കിലും സംഭവം ആക്കുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്നാൽ ഒരു പുതിയതായിട്ട് ഒരു ഫസ്റ്റ് ടൈമിൽ വൺ ഡേ ഇന്റർനാഷണൽ കളിക്കാനോ അല്ലെങ്കിൽ 2020 കളിക്കാനോ വരുന്ന ഒരു പ്ലെയർ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ മുന്നേ ഉള്ള അല്ലെങ്കിൽ അവൻ്റെ ഡൊമസ്റ്റിക്കിലുള്ള അവൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊന്നും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്കറിയത്തില്ല. അപ്പൊ ഇയാളെ ആദ്യം നമ്മൾ കണ്ട് പയ്യെ അവനെ വിശ്വസിക്കുകയാണ്. ഒരാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റു, പാട്ട് പാടാൻ എഴുന്നേറ്റു, അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ ആദ്യം അവനെ കണ്ട് അതിനുശേഷം സ്ലോലി വിശ്വസിക്കുക. അതേസമയം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കേസാണെങ്കിൽ അവൻ നമ്മളിൽ ഉള്ളിൽ തന്നെ ഇവൻ ഇത്രയും പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഇവന്റെ സെർട്ടൻ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ യേശു പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഈ വേദഭാഗത്തില് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു സിസ്റ്റം എങ്ങനെ ആയിരിക്കണമേ. ഹല്ലേലൂയ. വാട്ട് എവർ ബി ദ കേസ്, ചിലപ്പോൾ നമുക്ക് അറിയില്ല എന്താ കാര്യമെന്ന്, എന്ത് നടക്കുമെന്ന്. പക്ഷേ ആ യേശുവിനെ അങ്ങ് നോക്കുക. നമ്മുടെ ലൈഫിന്റെ എന്ത് കാര്യത്തിനും, നമ്മുടെ ആരോഗ്യത്തിനാണോ യേശുവിനെ നോക്കുക, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യഥാർത്ഥമായ വളർച്ചയ്ക്കാണോ യേശുവിനെ നോക്കുക, സാമ്പത്തിക പ്രശ്നമാണോ യേശുവിനെ നോക്കുക, കുഞ്ഞുങ്ങളുടെ കാര്യമാണോ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു താല്പര്യബോധത്തോടെ യേശുവിനെ നോക്കുകയും ആ യേശു നമ്മുടെ ജീവിതത്തില് ഓരോ കാര്യം നമ്മളോട് പറഞ്ഞു തരും. ഹല്ലേലൂയ. ഇപ്പം യേശുവിനെ നോക്കുക, അവനെ വിശ്വസിക്കുക, അതാണ് അതിന്റെ ഒരു സിസ്റ്റം. അപ്പോ ഈ നോക്കല് ജെന്യുവിൻ ആണെങ്കിൽ യേശുവിനോട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. യേശു ചില കാര്യം പറയും. ആ പറയുന്ന കാര്യം ഹല്ലേലൂയ നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തങ്ങ് ചെയ്യുക. ഇത് ഈ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ഒരു വലിയൊരു ഒരു മർമ്മപ്രധാനമായ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും, നമ്മളെ കൊണ്ട് ഒരുപക്ഷെ കഴിയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ തോറ്റു പിന്മാറിയ കാര്യമാണെങ്കിലും ആ പുത്രനെ ഒന്ന് നോക്കുക, എന്നിട്ട് ആ പുത്രനോട് ചോദിക്കുക. അല്ല, ഈ നോക്കുക എന്ന് പറയുമ്പോണ്ടല്ലോ ഹല്ലേലൂയ, യഥാർത്ഥമായി ഗ്രീക്കിലൊക്കെ പോകുമ്പോൾ ഈ നമ്മൾ ഈ ഗെയിംസ് ഫുട്ബോളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ അത്ര സൂക്ഷ്മതയോടെ നോക്കില്ലേ, ഓരോ മൂവ്മെന്റും മിസ്സാകാതെ. ആ നോട്ടാണ് ഹല്ലേലൂയ. ഒരു ആവശ്യബോധത്തോടെ എന്റെ രോഗസൗഖ്യത്തിനാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളുടെ ഇതാണെങ്കിൽ, അതിന്റെ വിശ്വാസ ജീവിതത്തിന്റെ യഥാർത്ഥമായ ഒരു മുന്നോട്ടുള്ള പോക്കിനാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ദൈവമേ യഥാർത്ഥമായ എന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്ന് അറിയണമെങ്കിൽ ആ യേശുവിനെ തന്നെ ഭയങ്കരമായി സൂക്ഷ്മതയോടെ നോക്കിയിട്ട് ആ യേശു പറയുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങള് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വിശ്വാസം എന്ന് പറയുമ്പോൾ നോക്കുക, വിശ്വസിക്കുക. പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പം യേശു എന്തെങ്കിലും പറഞ്ഞ, അവൻ എന്തെങ്കിലും കൽപ്പിച്ച അത് ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു രീതിയിലായി മാറണമോ? അവനെ നോക്കുക, അവൻ പറയുന്നത് അത് ഏറ്റെടുത്തത് അങ്ങ് ചെയ്യുക. ഹല്ലേലൂയ. അവൻ എല്ലാ കാര്യവും ഒറ്റയടിക്ക് പറയും എന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ഹല്ലേലൂയ. അവൻ പറയുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ സ്ലോലി അവൻ വലിയ കാര്യങ്ങളെ ഏൽപ്പിച്ച് നമ്മളെ വലിയ കാര്യങ്ങളിലോട്ട് അവൻ നടത്തും. ഹല്ലേലൂയ. ഇനി ആ നോട്ടം ഒക്കെ ആണെങ്കിൽ, ആ കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ബേസിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. മോശയുടെ ഒക്കെ ജീവിതം വെച്ച് നോക്കുവാണെങ്കിൽ, മോശയ്ക്ക് അവിടെ ഇത്രോബിന്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് തന്നെ, അല്ലെ ആ ഉൾപ്പെടുമ്പത്തെ ആ ഒരു ഭാഗത്ത് തന്നെ ദൈവം ഒരു ടോട്ടൽ പിക്ചർ കൊടുത്തു. ഈ നിന്റെ മക്കളെ അവരുടെ നിലവിളി കേട്ടു, അവരെ രക്ഷിക്കണം. പക്ഷേ
നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് പല പ്രോമിസുകൾ ദൈവം തന്നിട്ടുണ്ടാവും. ഇതാണ് നിന്നെ കുറിച്ച്, അല്ലെങ്കിൽ ഇതാണ് നിന്നെ കുറിച്ച്. പക്ഷേ മോശയുടെ തന്നെ ജീവിതത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇതേ മോശ വളരെ കീനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ കൂടാരത്തിൽ നിന്ന് ദൈവവുമായിട്ട് അഭിമുഖമായി സംസാരിച്ച് അവനിലുള്ള സകല ഇൻഫർമേഷനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് മോശ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. ചോദിച്ച് അതിന്റെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മോശ അവിടെ പുറപ്പാട് ദിവസം 33 തോന്നുന്നു. ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊരു കംപ്ലൈന്റ് വരെ മോശ പറഞ്ഞു. അതായത് ബാക്കി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല. കാരണം ദൈവത്തിനറിയാം ഈ മോശ അവിടെ എത്താൻ പോണില്ല. അപ്പൊ നീ അവിടെ എത്തില്ല എന്ന് പറഞ്ഞ പുള്ളി ചിലപ്പോൾ ഇട്ടേച്ചു അറിയില്ല. ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ മനസ്സിലായത്. അതായത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, നോക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ നോക്ക്, ഡീപ്പായിട്ട് നോക്ക്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം, ഈ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം, ഈ സഭയെ എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, എന്റെ വിശ്വാസികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ദൈവമേ എന്താണ് അങ്ങയുടെ ഉദ്ദേശം, എന്റെ ഈ ആരോഗ്യം, എന്റെ സമയം, എന്റെ അവൈലബിലിറ്റി, എന്റെ റിസോഴ്സസ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആത്മാവ് is powerful enough to give all, each and every step in our life. ഹല്ലേലൂയ. അത് ദൈവത്തിന് അത് ഓക്കെയാണ്, ദൈവത്തിന് അത് ഇഷ്ടമാണ്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, എല്ലാ വഴികളിലും നനച്ചുകൊള്ളുക എന്ന് പറഞ്ഞ എല്ലാ വഴികളുമായിരിക്കണം. ഹല്ലേലൂയ. കുറച്ചു വഴിയല്ല, എല്ലാ വഴികളിലും. എവിടൊക്കെ നമുക്ക് എത്രയോ ഡീപ്പായിട്ട് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നോ, ഹല്ലേലൂയ, അത്രയും ഡീപ്പായിട്ട് അവന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു നൽകും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ നോട്ടം എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ. നോക്കിയാൽ ഉറപ്പായിട്ട് അവൻ എന്തെങ്കിലും പറയും. പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ഈ ദൈവത്തിന്റെ ഇഷ്ടം ഏതാ? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എഴുതിയേക്കണം, പുത്രനെ നോക്കുക, അവനിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതാണ് പിതാവിന്റെ ഇഷ്ടം. മാത്രല്ല, ഈ ഒരു വ്യക്തി, ഹല്ലേലൂയ, ഏതെങ്കിലും വ്യക്തി പുത്രനെ നോക്കുകയും അവൻ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യാൻ തയ്യാറാണോ, അവൻ, ഹല്ലേലൂയ, അവന് നിത്യജീവൻ ഉറപ്പാ. അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന യേശു കട്ടായം പറയാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞ വേറെ വാക്യമുണ്ടോ എന്ന് അല്ലെങ്കിൽ അത് അധികം ഭാഗങ്ങളിലില്ല. ഹല്ലേലൂയ. ഇത്ര കറക്റ്റ് ആയിട്ട് അത് പുത്രനെ നോക്കുകയും, അതായത് ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് എല്ലാ കാര്യത്തിനും നോക്കണം. നമ്മുടെ ആത്മീയ ഭൗതികമായ നമ്മുടെ ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളോ, ആത്മീയ ഭൗതിക ശാരീരിക മാനസിക സാമൂഹ്യ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാനുള്ള നമ്മുടെ യജമാനൻ പറയുന്ന, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ യേശുവാ. നോട്ടം, ഹല്ലേലൂയ, ആവശ്യബോധത്തോട് നോട്ടമാണോ? ഹല്ലേലൂയ. അവൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നിത്യജീവൻ ഉറപ്പാ. ഹല്ലേലൂയ. ഒരു വരയ്ക്കും ഒരു കാര്യത്തിനും നമ്മളെ തകർക്കാൻ പറ്റില്ല. നമുക്ക് ഉറപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ ഉയർത്തെഴുന്നേക്കും, അവന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. അവന്റെ വരവിൽ എടുക്കപ്പെടുന്നു. യഥാർത്ഥമായി ആ ഒരു ഊറ്റം കൊള്ളണം, ഈ ഒരു ലെവലിൽ വരണം. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ടോട്ട് മീ. അതല്ലാതെ ജസ്റ്റ് ഞാൻ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ വരവിൽ എടുക്കപ്പെടും എന്നുള്ളത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷിനെ തന്നെ പറഞ്ഞ് വല്ല ബ്രെയിൻ വാഷ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അതേസമയം ഞാൻ ഈ പറഞ്ഞ മാതിരി എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറഞ്ഞു, ഉള്ളിലെ ആത്മാവ് പറയും യെസ്, ഹല്ലേലൂയ. ഉള്ളിലെ ആത്മാവ് പറയും, മറ്റു നമ്മുടെ ബുദ്ധി പറയും. അതായത് ചില ബ്രദറുകാരൊക്കെ പറയണ മാതിരി, ഹല്ലേലൂയ. പക്ഷെ ആത്മാവ് പറഞ്ഞാൽ ആത്മാവ് താൻ വ്യക്തമായി നമ്മളോട് ഇടപെടും, ഒരു ഉറപ്പ് നൽകും. ഹല്ലേലൂയ. കാരണം ഞാൻ ചെയ്യുന്നത് എന്റെ ഇഷ്ടമല്ല, എന്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യണമെന്നുള്ള ഉറപ്പ് ആർക്കൊണ്ടോ, ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, അവന്റെ ആത്മാവ് എപ്പോഴും ആ കാര്യത്തിൽ ഉറപ്പുള്ളവനായിരിക്കും. ഹല്ലേലൂയ. അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയോ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഈ നോട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മനുഷ്യനല്ലേ നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മളിങ്ങനെ ബൈബിൾ സ്റ്റഡിയിൽ ആത്മാവിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഉപവാസത്തിലൊക്കെ ഇരിക്കുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ നമ്മൾ ഈ പല കാര്യങ്ങൾ ജോലിക്ക് പോകുന്നു, പലരായിട്ട് ഇടപെടുന്നു, പിള്ളേർ പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പല പല കാര്യങ്ങളോട്ട് ഇടപെടുന്നു, ലോകപരമായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നടക്കുമോ പ്രാക്ടിക്കലി? അതാണ് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഞാനിത് പ്രാക്ടിക്കലായിട്ട് ഞാനത് ആശയവിനിമയം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പറഞ്ഞൊക്കെ കൊള്ളാം. അതായത് ഞാനിത് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ രീതിയിലാണ് പറഞ്ഞത്. എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആരാണ് മകനായിരിക്കുന്നത്? ഓക്കെ, ആത്മാവ് നടത്തപ്പെടുന്നവനാ മകൻ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ ഈ ആത്മാവ് നടത്തുക? അപ്പം ഞാൻ പറഞ്ഞു, ഈ യേശുവിനെ നോക്കണം, യേശുവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥം അതാ പിതാവിൻ്റെ ദൈവത്തിൻ്റെ തന്നെ ഇഷ്ടം തന്നെയാ. ഹല്ലേലൂയ. അതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കങ്ങനെ ശരിക്കും നോക്കാൻ പറ്റുമോ? ഞാൻ എന്തുകൊണ്ട് നോക്കണം? വൈ ഷുഡ് ഐ? ഞാൻ എന്തുകൊണ്ട് നോക്കണം? ശരിയാണ്, ഇതൊക്കെ ശരിയാണ്, സ്വർഗത്തിൽ പോണ കാര്യമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി അങ്ങനെ നോക്കാൻ പറ്റുമോ? അല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ആൻസർ ഈ റോമാലേഖനത്തിൽ തന്നെ അതിൻ്റെ 11-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. റോമാലേഖനം 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഞാൻ പറഞ്ഞായിരുന്നു ഹല്ലേലൂയ, നമ്മൾ യഥാർത്ഥമായി ഹല്ലേലൂയ യെസ് ഗോഡ് എടുക്കപ്പെടണം. ഹല്ലേലൂയ. എനിക്കൊരു നിത്യജീവൻ വേണമെന്നുള്ള യഥാർത്ഥമായൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ അവന്റെ ആത്മാവാ ഫങ്ഷൻ ചെയ്തേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ആത്മാവിനെ നമുക്ക് വേണ്ടേ? ആ ആത്മാവിന്റെ പ്രമാണത്തിലല്ലേ നമ്മൾ നടക്കേണ്ടത്? ഹല്ലേലൂയ. യെസ് ഗോഡ്. ഈ ലോകത്തിലെ വെച്ച് നമ്മുടെ ലൈഫ് അങ്ങ് തീരുവാണെങ്കിൽ ഈ പെന്തക്കോസിലൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ യഥാർത്ഥമായ യെസ് ഹല്ലേലൂയ, എൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സോൾ നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. അത് സാത്താന് നമ്മുടെ സോളിനെ നശിപ്പിക്കുവാൻ നോക്കുന്നു. ദൈവം നമ്മുടെ സോളിനെ രക്ഷിപ്പാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സോള് നഷ്ടപ്പെടരുതെന്നുള്ള യഥാർത്ഥമായ വാഞ്ചയുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെട്ടേ പറ്റൂ. ആ ആത്മാവാ നമ്മളെ വീണ്ടും ഉയർപ്പിക്കാൻ പോണത്. ഹല്ലേലൂയ. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അവനെ നോക്കിപ്പോകും. ഈ സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ വേറൊരു സീക്രട്ട് ഇല്ല. യേശുവിനെ മുഴുവൻ സമയം നോക്കിയേ പറ്റൂ. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിനും, ഏത് സന്ദർഭത്തിലും ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ദിവസത്തേക്ക് ദൈവമേ ഞാൻ ഉറങ്ങുന്നിടം വരെയുള്ള ഫുൾ കാര്യങ്ങൾ ദൈവം ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ ഈ തരണം. ഹല്ലേലൂയ. യേശു അങ്ങനെയായിരുന്നു യേശു നമ്മളെ കാണിച്ചത്. ഹല്ലേലൂയ. ഇനി വേറൊരു എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാം. അവന് എന്നിൽ വസിച്ചിട്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാ പറയണേ. ഞാൻ പറയുന്നൊന്നും സ്വന്തമായിട്ടല്ല പറയണത്, പകരം ദൈവം എന്നിൽ വസിച്ചിട്ട് അവൻ പറയുന്ന കാര്യം പറഞ്ഞ്, അവൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ അങ്ങനെ ചെയ്ത്, അങ്ങനെയാ യേശു തന്നെ യേശുവിനെ കുറിച്ച് സർട്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അതേ ദൈവത്തിന്റെ അതേ സിസ്റ്റമാ നമ്മളെ പിതാവ് പഠിപ്പിക്കുന്നത്. പുത്രനെ നോക്കുക, അവൻ പറയുന്ന അവനിൽ വിശ്വസിക്കുക, അവൻ പറയുന്ന രീതി ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആകും. ഹല്ലേലൂയ. വ്യക്തമായി എസ്റ്റാബ്ലിഷ് ആകും. ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ യഥാർത്ഥമായി വാഞ്ചിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതുപോലെ ഈ നോക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 3:6 വായിക്കാം. 1 യോഹന്നാൻ 3:6.
അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ അറിഞ്ഞിട്ടുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഇത് കണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റാ. ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാ. ആരാ പാപം ചെയ്യാത്ത? ഹല്ലേലൂയ. അല്ലെങ്കിൽ പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, പാപം ചെയ്യാതിരിക്കണമെങ്കിൽ യേശുവിനെ കാണണം, യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. അവൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ അവനെ യഥാർത്ഥമായി അറിയണം. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, അവിടുന്ന് അങ്ങേ തന്നെ വെളിപ്പെടുത്തണമേ. ഏത് വ്യക്തിയാണോ അവന്റെ അന്നത്തെ ലൈഫ്, അല്ലെങ്കിൽ അവന്റെ ജീവിതം റൺ ചെയ്യുവാൻ യേശുവിൽ നിന്ന് ഐഡിയ സ്വീകരിക്കുന്നോ, ആ യേശുവിന്റെ സിസ്റ്റത്തിൽ അനുസരിച്ച് പോകുന്നോ, അവൻ പാപം ചെയ്യുന്നില്ല. ഇനി ആരെങ്കിലും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ യേശുവിനെ ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. അവന്റെ ബുദ്ധിയിൽ നോക്കിയിട്ടുണ്ടാവും, ബുദ്ധിപരമായ എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ടുണ്ടാവും, അവസാനം അത് പാപത്തിലായിട്ടുണ്ടാവും, മൊത്തം പ്രശ്നമായിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും വ്യക്തി, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിന് വേണ്ടി യേശുവിനോട് ഐഡിയ ചോദിച്ച്, യേശു പറയുന്നത് കേട്ട്, യേശുവിൻ്റെതായ സിസ്റ്റം മനസ്സിലാക്കി അതിൽ പ്രവർത്തിക്കുന്നോ, അവൻ പാപത്തിലായിരിക്കത്തില്ല. അവൻ പാപം ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം പാപത്തിലല്ല, കാരണം അവൻ ഓൾറെഡി ഈസ് അസൈൻഡ് ഇൻ സർട്ടൻ തിങ്. ഹല്ലേലൂയ. ആക്ച്വലി ഈ ഒരു കാര്യമൊക്കെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉപവാസത്തിൽ ഒരു 7 ദിവസം ഉപവാസത്തിലോ 3 ദിവസം ഉപവാസത്തിലൊക്കെ ആകുമ്പോൾ ദൈവമായിട്ട് നല്ല സെറ്റായിരിക്കും. ലോകത്തിന്റെ കാര്യം ഒരു പ്രശ്നം. പക്ഷേ നമ്മൾ വിശ്വാസികൾ, ഹല്ലേലൂയ, ലോകത്തിന്റെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും ബിസിനസിന്റെ കാര്യമാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, എന്തിനു വേണ്ടു ഓരോട് സംസാരിക്കുന്നത് പോലും, ഹല്ലേലൂയ, ആത്മാവിനോട് ചോദിച്ച് ആത്മാവിന്റെ സിസ്റ്റത്തിൽ നിന്ന്, ആത്മാവിന്റെ പ്രമാണത്തിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ ഇഫ് യു വാണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറ്റും, പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. ഹല്ലേലൂയ. ദൈവനെ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്, ചുമ്മാ പറയുന്നതല്ല. ഹല്ലേലൂയ. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ ഇഫ് യു വാണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥമായി യേശുവിനെ അവൻ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ, അറിയുന്ന വ്യക്തിയാണ്, അവൻ പാപം ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതല്ല, ഹല്ലേലൂയ, പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇവൻ യേശുവിനെ നോക്കിയിട്ടുണ്ടാവില്ല. അവൻ്റെ സ്വന്തം ഐഡിയയിൽ, സ്വന്തം കാര്യത്തിൽ, സ്വന്തം രീതിയിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, പാപത്തിൽ അകപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തി യേശുവിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഔട്ടാ, അവനൊരു മരിച്ച മകനാ, അല്ലെങ്കിൽ എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്ന് ആ മുടിയൻപുത്രൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെയുള്ള ആ ഒരു അവസ്ഥയിലോട്ട് പെട്ടെന്ന് നമ്മൾ വഴുതി അങ്ങ് പോകും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ ഒരു കാര്യം ആത്മാർത്ഥമായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി, ഹല്ലേലൂയ, നമ്മൾ വളരെ സെൻസിബിൾ ആയിരിക്കണം ഈ കാര്യത്തിൽ. നമുക്ക് ഒരു ആത്മാവിൻ്റെ പ്രമാണമുണ്ട്, അതിനനുസരിച്ചാണ് നടക്കേണ്ടത്. ഹല്ലേലൂയ. അത് നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, യഥാർത്ഥമായ ആ പിതൃപുത്ര പരിശുദ്ധാത്മാ, ആ ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും ആ ബന്ധത്തിലായിരിക്കും ഈ പറഞ്ഞ സിസ്റ്റത്തിൽ തന്നെ പറ്റുള്ളൂ. വേറൊരു മാർഗവും ഇല്ല. ഹല്ലേലൂയ. അതുകൂടാതെ യസാമൻ അങ്ങനൊരു സിസ്റ്റം ആണെങ്കിൽ എൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞതാ, എല്ലാ കാര്യത്തിനും രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രി കിടക്കുന്നിടം വരെ, ഹല്ലേലൂയ, രാവിലെ, അതുകൊണ്ട് ഈ രാവിലെ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ്. അന്നത്തെ ഫുൾ ഡേയുടെ എല്ലാ ആക്ടിവിറ്റിയും ദൈവത്തോട് ചോദിച്ച് ചെയ്തു നോക്കിയേ. എക്സലൻ്റ് ആയിട്ട് ദൈവം നമ്മുടെ ലൈഫിനെ നടത്തുകയും, ഹല്ലേലൂയ, അസാധ്യമായ വലിയ വലിയ കാര്യങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.